എല്ലാവർക്കും സുഭാഷ് സാറാണ്. നമ്മുടെ പ്ലസ് ടുക്കാർക്ക് വേണ്ടി മെട്രിക്സിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ 1-2 ചോദ്യങ്ങളായിട്ടാണ് തരുന്നത്. കാരണം സ്റ്റാർട്ടിങ്ങിലേ ആയുള്ളൂ. എല്ലാവരുടെയൊന്നും ഒത്തിരി ഇരുന്നൊന്നും പഠിക്കത്തില്ല. പിന്നെ ഇച്ചിരിയൊക്കെ ഒന്ന് പഠിക്കാൻ ഇഷ്ടപ്പെട്ടവർ ഇപ്പോഴൊക്കെ പഠിച്ചു തുടങ്ങുന്നവരുടെ എണ്ണമേ വളരെ കുറവാണ്. പഴയ കാലം പോലൊന്നും അല്ല. എക്സാം അടുക്കുമ്പോഴുള്ളൊരു പഠിത്തമൊക്കെയാണ് ഇപ്പോഴത്തെ രീതി. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നൊക്കെ ഇത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാം കാര്യങ്ങളും നഷ്ടപ്പെട്ട് കഴിയും. അതുകൊണ്ട് മാക്സിമം സമയം നിങ്ങൾ പഠിച്ചോണം. നമ്മുടെ ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കീം കേരളത്തിലെ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. കേരളത്തിലെ കീം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോളേജുകളിൽ മാത്രമാണ്. നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ ഒരു നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ പഠിക്കണം. അതിന് ചെറിയ പഠിത്തം കൊണ്ടൊന്നും പോരാ എന്നുള്ളത് എൻട്രൻസ് എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം പഠിച്ചോണം കേട്ടോ. ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അങ്ങ് പഠിച്ചേക്കണം ഇരുന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും സാറിന് അങ്ങ് പറഞ്ഞാൽ പോരാ, ഞങ്ങളല്ലേ പഠിക്കേണ്ടത്. ശരിയാ, നിങ്ങളാണ് പഠിക്കേണ്ടത്. കാരണം നിങ്ങളാണ് ജോലി ചെയ്യേണ്ടത്, നിങ്ങളാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈസ് ഈക്വൽ കെ 0 1 1, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട് 1 0 3 1. ഫൈൻഡ് കെ ഇഫ് എ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ബി. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്ലസ് ടുവിനൊക്കെ എക്സാമിന് അടിപൊളിയായിട്ട് ചോദിക്കാൻ പറ്റുന്ന പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ ആണ്. എ ഉണ്ട്, ബി ഉണ്ട്, കെ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ ഉണ്ടല്ലോ, എ സ്ക്വയർ ബി ഈക്വലാണെന്ന്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? എ സ്ക്വയറിനെ കണ്ടുപിടിക്കാതെ ബി ബണ്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എ സ്ക്വയറിനെ കണ്ടുപിടിക്കണം, അത്രമേ ഉള്ളൂ. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ് മോനെ? എ ഇൻറ്റു എ. അതാണ് എ സ്ക്വയർ. ദാറ്റ് ഈസ് എ ഇൻറ്റു എ. ദാറ്റ് ഈസ് കെ 0 1 1 ഇൻറ്റു എഗെയിൻ കെ 0 1 1. ഓക്കെ, നമ്മളിങ്ങനെ രണ്ട് മെട്രിക്സും ഇൻറ്റു ചെയ്യുന്നത്. ഫസ്റ്റ് മെട്രിക്സിനെ റോ വൈസ്, സെക്കൻഡ് മെട്രിക്സിനെ കോളം വൈസ് ആയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യണം മോനെ. then ഇങ്ങനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ചെയ്ത ശേഷം നമ്മളങ്ങോട്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. നമ്മളെങ്ങനെ ഇൻറ്റു ചെയ്യുന്നത്? ഫസ്റ്റ് എലമെൻറ്റിനെ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, അത്രേ ഉള്ളൂ. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, അത്രേ ഉള്ളൂ. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിലുള്ളവരെ ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് കെ ഇൻറ്റു കെ, ദാറ്റ് ഈസ് കെ സ്ക്വയർ പ്ലസ് 0 × 1 0. അടുത്ത പിന്നെ ഈ ഫസ്റ്റ് റോ കൊണ്ട് തന്നെയാണ് സെക്കൻഡ് കോളത്തിലുള്ളവരെ. ഈ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം, അപ്പോൾ കെ ഇൻറ്റു 0 0 പ്ലസ് 0 × 1 0. ക്ലോസ് ചെയ്യാം, കാരണം ഇനി അങ്ങോട്ട് കോളമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റോ കൊണ്ടാണ്, ഇതും കൊണ്ട് ഇതിനെയാണ്. അപ്പോൾ 1 × കെ, ദാറ്റ് ഈസ് കെ പ്ലസ് 1 × 1 1. അടുത്തത് 1 × 0 0 പ്ലസ് 1 × 1 1. ദാറ്റ് ഈസ് ഈക്വൽ ടു കിട്ടുന്നത് കെ സ്ക്വയർ പ്ലസ് 0 കെ സ്ക്വയർഡ് 0 കെ പ്ലസ് 1 1 ഈസ് ഈക്വൽ ടു അപ്പോൾ നമുക്ക് ആരെ കിട്ടി പോലെ? എ സ്ക്വയർ കിട്ടി. അതവിടെ കിടക്കട്ടെ അല്ലേ. ഇനി എ സ്ക്വയർ കിട്ടിയ ശേഷം നമ്മൾ എന്താ ഇക്വേറ്റ് ചെയ്യണം? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആരാന്നുണ്ട്? ബി. അപ്പോൾ ഈ കിട്ടിയ എ സ്ക്വയറിനെ അങ്ങോട്ട് ഇക്വേറ്റ്, ദാറ്റ് ഈസ് കെ സ്ക്വയർ 0 കെ പ്ലസ് 1 1 ഈസ് ഈക്വൽ ടു ബി. ബി എന്ന് പറഞ്ഞാൽ 1 0 3 1. ഓക്കെ, ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇവിടെ കെ സ്ക്വയർ പ്ലസ് 1, കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അവിടുന്ന് കെയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1, റൂട്ട് ഓഫ് 1 പ്ലസ് ഓർ മൈനസ് 1. അടുത്ത നോക്കിക്കേ, കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3. അവിടുന്ന് നമുക്ക് കിട്ടുന്ന കെയുടെ വാല്യൂ 3 മൈനസ് 1. ആൻസർ ആരാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കെയ്ക്ക് 3 വാല്യൂസ് കിട്ടിയത്. ഇത് നടപ്പുള്ള കാര്യമല്ല. ഇങ്ങനെ കെയ്ക്ക് പല വാല്യൂസുകൾ കിട്ടാൻ പാടില്ല. അപ്പോൾ കെയ്ക്ക് നമുക്ക് വാല്യൂ ഇല്ലെന്നാണ്. അപ്പോൾ ഇവിടെ എന്തോ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഫൈൻഡ് കെ ഇഫ് എന്നാണ്. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇങ്ങനെ 3 വാല്യൂസുകൾ ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ദർ ഇസ് നോ വാല്യൂ ഫോർ കെ. ഗുഡ് ബൈ.